കേരളത്തിന്റെ ജീവനാഡി പെരിയാർ. നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളൊരു പേരാണത്, അല്ലേ? പക്ഷെ പെരിയാർ വെറുമൊരു നദി മാത്രമല്ല, ഒരു നാടിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന, അതിന്റെ സംസ്കാരത്തെയും ജീവിതത്തെയും ഒരുപോലെ തൊട്ടുണർത്തുന്ന ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? എന്തുകൊണ്ടാണ് നമ്മളൊരു പുഴയെ ജീവനാഡി എന്നൊക്കെ വിളിക്കുന്നത്? ശരിക്കും എന്താവും അതിന്റെ അർത്ഥം? ഈ ഒരു വിശകലനത്തിനൊടുവിൽ നമുക്ക് ഒരുമിച്ചിതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഏതൊരു വലിയ ഒഴുക്കിനും ഒരു തുടക്കം വേണമല്ലോ, ഒരു ചെറിയ ഉറവ. പെരിയാറിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു മലമുകളിൽ നിന്ന് ഒരു മകളെപ്പോലെ പിറവിയെടുത്ത് ഒരു മഹാനദിയായി മാറുന്നതിന്റെ ആ തുടക്കമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ ഈ ജീവനാഡിയുടെ തുടക്കം എവിടെയായിരിക്കുമെന്ന്? അത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഉയരങ്ങളിലാണ്, ശിവഗിരി മലനിരകളുടെ ആ ശാന്തതയിൽ നിന്ന്. അവിടെ ഒരു ചെറിയ നീർച്ചാലായി തുടങ്ങി ഒരു വലിയ പ്രവാഹമായി മാറാനുള്ള അതിന്റെ നീണ്ട യാത്രയ്ക്ക് പെരിയാർ തുടക്കം കുറിക്കുകയാണ്. ശിവഗിരിയിലെ ആ ചെറിയ തുടക്കത്തിൽ നിന്ന് പെരിയാർ അതിന്റെ യഥാർത്ഥ വലിപ്പത്തിലേക്കെത്തുന്നത് ഈ നീണ്ട യാത്രയിലാണ്. ഇതൊന്നോ 2 കിലോമീറ്ററിന്റെ കഥയല്ല, കേരളത്തിന്റെ ഹൃദയത്തിലൂടെ വളഞ്ഞും പൊളഞ്ഞുമൊഴുകുന്ന ഒരു വലിയ യാത്രയാണ്. 244 കിലോമീറ്റർ. ഒന്നോർത്തു നോക്കൂ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയെന്ന പേര് പെരിയാറിന് വെറുതെ കിട്ടിയതല്ല. ഈ ദൂരം അതൊരു വെറും അക്കമല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ചൊഴുകുന്ന ഒരു യാത്രയുടെ അളവാണ്. ഈ വലിയ യാത്രയ്ക്കിടയില് പെരിയാർ പ്രധാനമായും 2 ജില്ലകളെയാണ് തഴുകിപ്പോവുന്നത്. ഒന്ന്, നമ്മുടെയെല്ലാം വീടുകളിലേക്ക് വെളിച്ചമെത്തിക്കുന്ന മലനിരകളുടെ നാടായ ഇടുക്കി. പിന്നെ കേരളത്തിന്റെ വ്യവസായങ്ങളുടെയും നഗരജീവിതത്തിന്റെയും കേന്ദ്രമായ എറണാകുളം. ഈ 2 ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരടാണ് ശരിക്കും പെരിയാർ. ഒരു വലിയ പുഴ അതൊരിക്കലും ഒറ്റയ്ക്കല്ല ഒഴുകുന്നതല്ലേ? വഴിയിൽ ഒരുപാട് പേര് കൂടിച്ചേരുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത്. പെരിയാറിന്റെ കാര്യത്തിലും ഈ ഒരു കൂട്ടായ്മയാണ് അതിന്റെ ഏറ്റവും വലിയ കരുത്ത്. മുല്ലയാർ, മുതിരപ്പുഴ, ഇടമലയാർ, ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഒന്നോർക്കണം, ഇവ ഓരോന്നും പെരിയാറിന് ജീവൻ കൊടുക്കുന്ന സിരകളാണ്. ഈ പോഷക നദികളെല്ലാം കൊണ്ടുവരുന്ന വെള്ളം കൂടി ചേരുമ്പോഴാണ് പെരിയാർ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മഹാനദിയായി മാറുന്നത്. അപ്പോ പെരിയാറിന്റെ കഥയെന്നാല് അതിന്റെ നീളവും കൈവഴികളും മാത്രമല്ല, അതിനും അപ്പുറം ഈ നദി എങ്ങനെയാണ് കേരളത്തിന്റെ സംസ്കാരത്തെയും സമ്പദ്വ്യവസ്ഥയും ഒക്കെ രൂപപ്പെടുത്തിയത്. കാരണം പെരിയാർ വെറുമൊരു ജലസ്രോതസ്സല്ല, അതൊരു നാടിന്റെ ഐഡന്റിറ്റി കൂടിയാണ്. കേരളത്തിലെ പുഴകളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒരു പേര് എപ്പോഴും ഒന്നാമത് വരും. അത് പെരിയാറാണ്. കാരണം സിമ്പിളാണ്, ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഈ ഒരു സ്ഥാനം തന്നെയാണ് പെരിയാറിനെ കേരളത്തിന്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നതും. ഒരു പുഴയ്ക്ക് എത്ര പേരുകൾ വരെ ഉണ്ടാകാം? പെരിയാറിന്റെ കാര്യമെടുത്താൽ ഓരോ പേരിനും ഒരു കഥയുണ്ട്. പണ്ട് പുരാതന ഗ്രന്ഥങ്ങളിൽ അതിനെ പൂർണ എന്നും ചൂർണി എന്നും വിളിച്ചു. ആലുവാക്കാർക്ക് ഇത് അവരുടെ സ്വന്തം ആലുവപ്പുഴയാണ്. പക്ഷേ എല്ലാത്തിനു മുകളിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നൊരു പേരുണ്ട്, കേരളത്തിന്റെ ജീവനാഡി. പെരിയാറിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് നോക്കിക്കേ. നമ്മുടെ വീടുകളിൽ കറണ്ട് തരുന്ന ഇടുക്കി ഡാം, നമ്മുടെയെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായ ആലുവ ശിവരാത്രി, ആദിശങ്കരന്റെ ജ്ഞാനമുദിച്ച കാലടി, പിന്നെ കാടിന്റെ ജീവനായ തേക്കടി വന്യജീവി സങ്കേതം. സത്യം പറഞ്ഞാല് പെരിയാർ തൊടാത്തൊരു മേഖല പോലും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിന്റെ പവർ ഹൗസ് എന്ന് തന്നെ പറയാവുന്ന ഇടുക്കി ഡാം, അത് പെരിയാറിന്റെ ശക്തിയാണ് നമുക്ക് വെളിച്ചമാക്കി തരുന്നത്. പെരിയാറിനെ തടഞ്ഞു നിർത്തി പണിത ഈ ഭീമൻ നിർമ്മിതി കേരളത്തിന്റെ വളർച്ചയിൽ ഈ നദിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ വിശ്വാസങ്ങളിലും സംസ്കാരത്തിലുമെല്ലാം പെരിയാറിന് വലിയൊരു സ്ഥാനമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിക്കുന്ന ആലുവ ശിവരാത്രി ഉത്സവം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, അല്ലേ? ആ പുഴയില്ലാതെ, ആ മണപ്പുറമില്ലാതെ നമുക്ക് അങ്ങനെ ഒരു ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റോ? എല്ലാ പുഴകളെയും പോലെ തന്നെ പെരിയാറിന്റെ യാത്രയ്ക്കും ഒരവസാനമുണ്ട്. മലനിരകളിൽ നിന്ന് തുടങ്ങി നാടുകളെ പുണർന്നൊഴുകി ഇനി അത് എവിടെയാണ് തന്റെ യാത്ര അവസാനിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ 244 കിലോമീറ്റർ നീണ്ട ദൗത്യം പൂർത്തിയാക്കി ഗ്രാമങ്ങൾക്ക് വെള്ളവും നഗരങ്ങൾക്ക് വെളിച്ചവും നൽകി പെരിയാർ ഒടുവിൽ ശാന്തമാവുകയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ കായലായ വേമ്പനാടിന്റെ ആ വലിയ വിരിമാറിലേക്കൊഴുകിച്ചേർന്നുകൊണ്ട് അത് തന്റെ യാത്ര പൂർത്തിയാക്കുന്നു. അപ്പോ ഇതാണ് പെരിയാറിന്റെ കഥ. ശിവഗിരി മലകളിലെ ഒരു ചെറിയ അരുവിയായി തുടങ്ങി ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ജീവനും തുടിപ്പുമായി മാറിയ ആ അവിശ്വസനീയമായ യാത്രയുടെ കഥ.
അപ്പൊ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. എന്തുകൊണ്ടാണ് പെരിയാറിനെ ജീവനാഡി എന്ന് വിളിക്കുന്നത്? കാരണം ലളിതമാണ്. കുടിവെള്ളം, വൈദ്യുതി, കൃഷി, നമ്മുടെ വിശ്വാസം, സംസ്കാരം, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമാണ് പെരിയാർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത്രയധികം തിരികെ തരുന്ന ഈ അമ്മയെപ്പോലെയുള്ള നദിയെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു നിമിഷം ആലോചിക്കേണ്ട ചോദ്യമാണത്, അല്ലേ? ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.